എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇന്ന് നമുക്ക് പിള്ളേരൊക്കെ സ്കൂളൊക്കെ അടച്ച് വീട്ടിൽ ഇരിക്കുമല്ലേ. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ കൊടുക്കാനായിട്ട് ബേക്കറിയിലേക്ക് മേടിക്കാൻ ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഞാനിവിടെ ഈ പിള്ളേർക്ക് എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ അവധി സമയങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കും. അച്ചപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ട് കട്ടാണ്. നമ്മുടെ ഈ 6 നമ്പർ എന്നൊക്കെ പറയുകയല്ലേ, അതൊക്കെ ഒരു 1-1.5 കപ്പ് മൈദയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പിള്ളേർക്ക് കയറി ഇറങ്ങി കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. വളരെ ചിലവ് കുറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വലിയ പാടും കഷ്ടപ്പാടും ഒന്നുമില്ലതാനും. എന്നാൽ നമ്മൾ ഈ ബേക്കറിയിൽ പോയി മേടിക്കാനായിട്ട് ഒത്തിരി പൈസ കൊടുത്ത് ബേക്കറി ഐറ്റംസ് ഒന്നും മേടിക്കാനായിട്ട് പോവുകയും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡയമണ്ട് കട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡയമണ്ട് ഉണ്ടാക്കിയാലോ. ഡയമണ്ട് കട്ട് 6 നമ്പർ എന്നൊക്കെ പറയുകയല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1 കപ്പ് മൈദ എടുക്കുവാണേ. നല്ലപോലെ നിറച്ച് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഒത്തിരി ഉപ്പ് വേണ്ട. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് കൂട്ട് സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഗോൾഡ് വിനറോ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. നെയ്യില്ലെങ്കിൽ, നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കുമേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടല്ലോ നമ്മുടെ ഡയമണ്ട് കട്ടിന്, അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ശകലം കളർ ചേർത്ത് കൊടുക്കാവേ. ഒരു മഞ്ഞ കളർ, ഞാനൊരു ശകലം മഞ്ഞ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്സ് മഞ്ഞ കളർ ഞാനങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി ഇത് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുകയല്ലേ, അതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് ചെറുതായിട്ടിങ്ങനെ നനച്ച് കുഴച്ചെടുക്കണം. ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പരത്തിയെടുക്കാനുള്ളതായതുകൊണ്ട് പാടാണേ. അപ്പം നമുക്കിത് കുറേശ്ശെ വെള്ളം പൊടിക്കകത്തേക്ക് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് സ്പൂണിനകത്ത് ഒഴിച്ചൊഴിച്ച് എടുത്താൽ മതിയേ, അതായിരിക്കും. ആദ്യം ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുറേശ്ശെ ഒഴിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്നാ പറയുന്നത്, ഒത്തിരി പാടൊന്നുമില്ല, നിസ്സാര സമയം മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന്. വീണ്ടും നമുക്ക് ഇങ്ങനെ നനച്ച് കൊടുത്ത് കുഴച്ചെടുക്കാവേ. ഇനി പുട്ടിനൊക്കെ നനയ്ക്കുന്ന പരുവത്തിന് ഇങ്ങനെ നോക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ 6 നമ്പർ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ച് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിയേ. ഇതേങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ആയിട്ടുണ്ട് നമ്മൾ ഡയമണ്ട് കട്ട് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 2 ഇതായിട്ട് നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇനി ഇതിനകത്ത് ഓരോന്നും ഈ നമ്മുടെ ചപ്പാത്തിയുടെ പാത്രത്തിലേക്ക് വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാവേ. ഇച്ചിരി പൊടി തൂവി കൊടുത്തിട്ട് വേണമെന്ന് പരത്തിയെടുക്കാനായിട്ട്. എന്തേരം കാലം കുറച്ച് നമ്മൾ പരത്തിയെടുക്കുന്നു അത്രയും നല്ല ഷേപ്പിലായിരിക്കും നമ്മുടെ ഡയമണ്ട് കട്ട് കിട്ടുന്നത്. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിള്ളേർക്കൊക്കെ കാപ്പിക്കും സ്നാക്സായിട്ടും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം. വലിയ ചിലവുകളൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും.
അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. എന്തേരം കാലം കുറച്ച് നമ്മൾ പരത്തിയെടുക്കുന്നു. ഒത്തിരി മാവങ്ങ് തൂവി കൊടുക്കണ്ട. നമുക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കുവാന്ന് കാണുവാണെങ്കിൽ മാത്രം നമുക്ക് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇച്ചിരി മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് എടുത്താൽ മതിയേ. ഇതേ നമ്മളങ്ങനെ നമ്മുടെ ഡയമണ്ട് കട്ടിനുള്ള മൈദയെല്ലാം ഒന്ന് പരത്തി. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഇത് ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാവേ. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടും. ഇപ്പോൾ നമുക്ക് അടുത്ത് കളയണ്ട. നമുക്ക് അടുത്തത് കുഴയ്ക്കുന്ന കൂടത്തിലിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കറക്റ്റ് ആ ഡയമണ്ടിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് പിന്നെ നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പാക്കി. പിന്നെ ഇതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് നമുക്കിതുപോലൊരു ഇച്ചിരി പൊടി തൂകി വെച്ചേക്കണേ പാത്രത്തിനകത്ത്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് പെറുക്കിയിട്ട് കൊടുക്കും. അല്ല ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചെങ്കിലേ. നമുക്കിതെല്ലാം ഇങ്ങനെ എടുത്തൊന്ന് പരത്തി എടുത്ത് വെക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒന്ന് എടുത്തും പരത്തിയെടുത്ത് മാറ്റി വെക്കും. ഇതെങ്ങനെ നമ്മുടെ ഡയമണ്ട് കട്ടെല്ലാം നമ്മൾ പരത്തി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാകണം. വലിയ ഒത്തിരി ഓവറായിട്ട് ചൂടായിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്ത് കോരിയെടുത്താൽ നമ്മുടെ ഡയമണ്ട് കട്ട് കരിഞ്ഞു പോവും. നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതൊരു മീഡിയത്തിലേക്ക് വെച്ചേച്ച് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഡയമണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഒന്നിച്ച് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പൊടിയെല്ലാം കൂടെ ഇട്ടേക്കുന്നതുകൊണ്ട് ആ പൊടിയെല്ലാം കൂടെ അതിനകത്തേക്ക് വരും. ഒത്തിരി ഹൈ ഫ്ലെയിമേ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞും പോവും. നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേക്കത് നല്ലപോലെ കൊമളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്ത് പോരാവേ. അല്ലെ അങ്ങ് കരിഞ്ഞു പോയി നമ്മുടെ ആ മഞ്ഞ കളറൊക്കെ പോയൊരു ഇതാണ് നമ്മുടെ ഡയമണ്ട്. ഉണ്ട് നല്ലപോലെ കൊമളച്ച് വരുന്നുണ്ട്. നല്ല പപ്പടം കൊമളച്ച് വരുന്ന പോലെ വരും. ഇതിങ്ങനെ ഇട്ട് നമുക്ക് നമ്മൾ ആ വെള്ളം ചേർക്കുന്നതും നമ്മൾ ആ കുഴയ്ക്കുന്നതും ഒക്കെ എല്ലാം കറക്റ്റാണെങ്കിൽ നമ്മുടെ ഡയമണ്ട് കട്ടിങ്ങിന് നല്ല കൊമളച്ച് വരും കേട്ടോ. നമുക്ക് ഒത്തിരി അങ്ങ് കരിച്ച് ഇങ്ങനെ കളറ് തീ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങ് എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു കളറിലായിപ്പോൾ ആ മഞ്ഞ കളറൊക്കെ മാറി. ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇത്രയും കളർ ചേർത്തിട്ട് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല കിലുകിലാന്ന് കേൾക്കുമ്പോൾ വേണം നമുക്കിത് കോരിയെടുക്കാനായിട്ട്. ക്രിസ്പി ആയിട്ട് വേണം. എന്നിട്ട് വേണം നമുക്കിനി ഇതൊന്ന് പഞ്ചസാര പാനിക്കകത്തൊക്കെ ഇട്ടൊന്ന് ഇച്ചിരി മധുരമൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. മധുരം വേണ്ടിയവർക്ക്, ഇല്ലാത്തവർക്ക് നമുക്കിതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല.
നമുക്ക് കോരിയെടുക്കാം. കേട്ടില്ലേ നല്ല ഇനി അടുത്തത് നമുക്കതുപോലെ തന്നെ ഈ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതിനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നൊന്നേ ഒട്ടിപ്പിടിക്കാതെ ഈ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് എന്നാ നമ്മൾ ഇച്ചിരി മെനക്കെട്ടാലും കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് പിള്ളേർക്ക് എപ്പോഴും എന്തെങ്കിലും വേണമല്ലോ. എന്തേരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേക്കറിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയാണേ. ശകലം ഒത്തിരി വലിയ ചിലവുകളും ഇല്ല. നമുക്ക് വീട്ടിലുള്ള ഇച്ചിരി മൈദയും ഇച്ചിരി ഉപ്പും ഒക്കെയല്ലേ ഉള്ളൂ ചിലവായിട്ട്, ഇച്ചിരി എണ്ണ. ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനമാണ് താനും. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുണ്ടോ, അതെല്ലാം നല്ലപോലെ ഇതുണ്ടോ നല്ല പപ്പടം പോലെ പൊമ്മളച്ച് വന്നു. അപ്പോൾ നമുക്കിതും വറുത്ത് ഇതുപോലെ തന്നെ കോരിയെടുത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. ഇത് നമ്മുടെ ഡയമണ്ട് കട്ട് നല്ല ഇതുണ്ട്, നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുണ്ട് നല്ല ക്രിസ്പി ആയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി പഞ്ചസാരപ്പാനി ഉണ്ടാക്കി അതിനകത്തേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഡയമണ്ട് കട്ടിന് ഒരു കോട്ട് പഞ്ചസാര കൊണ്ടൊരു കോട്ടിങ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാവേ. എന്നിട്ടതൊരു ഒറ്റനൂൽപ്പരുവം എന്നൊക്കെ പറയുകയല്ലേ നമ്മൾ, ആ ഒരു പരുവത്തിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിനകത്തേക്കൊരു 3 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കത് നല്ലപോലെ ഒരു പാനിയാക്കിയിട്ട് വേണം നമ്മുടെ ഈ 6-ാം നമ്പർ അതിനകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊന്ന് കോട്ട് ചെയ്യാനുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു പിഞ്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഒരു പിഞ്ച് ചേർത്താൽ മതി, നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഏലക്കായും ജീരകവും കൂടെ അതിൻ്റെ പൊടിയൊരു ശകലവും കൊണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചൊക്കെ വെച്ചതുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇതൊരു ഒറ്റനൂൽപ്പരുവൊക്കെ ആയി ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ട് ഇച്ചിരി ഒന്ന് തിക്കായിട്ട് വരണം. ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എന്നാലേ അതാ നമ്മുടെ പഞ്ചസാര കോട്ടിങ് അകത്തേക്ക് അങ്ങനെ നല്ലപോലെ ഒന്ന് പിടിക്കുകയുള്ളൂ. പിന്നെ ഇപ്പം നമുക്കിതിനകത്തേക്ക് നമുക്ക് ഈ ഡയമണ്ട് കട്ട് ഒന്നിട്ട് കൊടുക്കാവേ. തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഇട്ട് ഇളക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് അങ്ങനെ നമ്മൾ നല്ല പഞ്ചസാര ലൈനിയൊക്കെ ഇട്ടൊന്ന് കോട്ട് ചെയ്ത് നല്ല അടിപൊളി ഇതേ നമ്മുടെ ഡയമണ്ട് കട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് കട്ട്. അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിള്ളേരൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്നാ കിട്ടിയാലും കഴിക്കുന്നൊരു സമയമാണല്ലോ ഈ വിശപ്പ്, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവധിയായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ. ഇനിയിപ്പം മൈദ വേണോ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആട്ടപ്പൊടി ആണെങ്കിലും ഉണ്ടാക്കാം, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സിമ്പിൾ റെസിപ്പിയല്ലേ. നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെ 2 കൊതിയന്മാർ വന്നിരിപ്പുണ്ട്, നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്നേ. നോക്കിയേ, രുചി നോക്കാൻ കാണുകയല്ലോ അവസാനം. നോക്കെങ്ങനെയുണ്ടെന്ന്. കടയിൽ നിന്ന് മേടിക്കുന്നതാണോടാ, ഇതാണോടാ നല്ലത്? കടയിൽ നിന്ന് മേടിക്കുന്ന. എല്ലാവരും